കഴിഞ്ഞ ഒക്ടോബറിൽ പെയ്ത മഴയിൽ ആകെയുണ്ടായിരുന്ന വീട് തകർന്നതോടെ ഭിന്നശേഷിക്കാരായ അമ്മയും മകളും പെരുവഴിയിലായി. തിരുവനന്തപുരം വെള്ളായണി കല്ലിയൂർ സ്വദേശികളായ ശ്രീകലയും മകൾ ഗോപികയുമാണ് ദുരിതത്തിലായത്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽ അപേക്ഷിക്കാൻ പോലും ആരും സഹായിക്കുന്നില്ലെന്നാണ് അമ്മയും മകളും പറയുന്നത്. ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് പെയ്ത ശക്തമായ മഴയിലാണ് ആകെ ഉണ്ടായിരുന്ന വീട് തകർന്നു വീണത്. അമ്മയും മകളും ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അപകടം. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതിപ്പത്തി ഞങ്ങൾ രണ്ടൊരു ചാവാകട രക്ഷപ്പെട്ടു. എന്നെ ആദ്യമായിട്ടൂടെ സാറേ, ആദ്യമായിട്ടൂടെ ചെവിയായിട്ടൂടെ ദിവസം കണ്ടു മോള് കണ്ടു പറഞ്ഞ് ഞാൻ ചോദിച്ചു പോയത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടു ചന്ത ജീവനം പോയി. നമ്മൾ രണ്ടുപേരും രക്ഷപ്പെട്ടിരിക്കും. വീട് മാത്രമാണ് നമ്മൾ രണ്ടുപേരും മാത്രം രക്ഷപ്പെട്ടു. രണ്ടു രക്ഷപ്പെട്ട് വോട്ടയിൽ പോയിരുന്നു. നാട്ടുകാരെല്ലാവരെയും വീഴ്ച ആരും കേൾക്കണേ. മുട്ടത്തറയിലുള്ള ശ്രീകലയുടെ അമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ സ്ഥലപരിമിതിയാണ് വില്ലൻ. മകൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാനും കഴിയുന്നില്ല. ഇപ്പൊ പേണാത്ത വയസ്സായ മോളാണ്. അല്ല പഠിപ്പ് കാണുമെന്ന് നിവൃത്തിയില്ല. അന്ന് പൈസ പഠിക്കാൻ സൗകര്യമില്ല. അമ്മേരെ വീട് വന്നതിന് സാറേ, ഇവിടെ മാത്രം നല്ല സൗകര്യമുണ്ട് സാറേ. അമ്മേരെ വീട് സൗകര്യമില്ല സാറേ. സംസാരിക്കുന്നതിനും കേൾക്കുന്നതിനും പരിമിതിയുള്ള അമ്മയ്ക്കും മകൾക്കും ഒരു പരാതി നൽകാൻ പോലും ആരും സഹായത്തിനില്ലാത്ത അവസ്ഥയാണ്. ഒരു നിവൃത്തിയില്ല. നമ്മുടെ സാധാരണ ഒരു ജീവിതം ആരും പറയുന്നില്ല. അവന് മനസ്സിനെ പറയുന്നില്ല. നമ്മുടെ കാറട്ട് ഒന്നിനും പോകൂല. അച്ഛൻ ശാരംധരൻ മകൾ ഗോപികയ്ക്ക് 10 വയസ്സുള്ളപ്പോൾ തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരിച്ചു. വീടിരിക്കുന്ന 6 സെന്റ് സ്ഥലം മകൾക്ക് എഴുതി നൽകിയതാണ്. അവിടെ പഴയതുപോലെ കയറിക്കിടക്കാൻ ഒരു വീട്. അതുമാത്രമാണ് അമ്മയ്ക്കും മകൾക്കും വേണ്ടത്. സിറിൽ ഡി ലെസ്ലിക്കൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം.